അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ടേസ്റ്റിലുള്ള ഉണക്കച്ചെമ്മീൻ ഉലർത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രത്തോളം വേണോ അത്ര നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായതിനു ശേഷം ഈ ഉണക്കച്ചെമ്മീനൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് വെള്ളം മാറുന്ന ഇരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. അതിനിപ്പോൾ വേറെ വല്ല പാത്രങ്ങളൊക്കെ അടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്താലും മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. അത് നല്ല ഡ്രൈ ആയി നല്ല പൊട്ടുന്ന പോലെ ആവണം. അതുവരെ ആയിട്ടുണ്ട്. അത് അതിന് ശേഷം അതും എടുത്ത് മാറ്റി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഒരു വലിയൊരു സവോളാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. അത് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട പെട്ടെന്നൊന്ന് വാടി കിട്ടുമല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാടി കിട്ടും. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് തന്നെ വെക്കണേ, കരിഞ്ഞു പോകണ്ട. അതൊന്ന് തുറന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും മീഡിയത്തിലിടുക. നമ്മളിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും, ചിലപ്പോൾ അത് മറന്നു പോവും. അപ്പോൾ കഴിയുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയത്തിലിടുക. അതിന് ശേഷം ഒന്ന് വാടിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു വലിയൊരു തക്കാളിയാണ്, നല്ല പഴുത്ത വലിയ തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കുക കേട്ടോ. ഇത് നല്ല വലുതാണ്. അപ്പോൾ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നല്ല പഴുത്തതാണ്. നല്ല പഴുത്താകുമ്പോൾ കുറച്ചുകൂടി ഒരു പെട്ടെന്ന് വാടുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. അത് നല്ല ഇട്ടത് നിലക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വയറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം തക്കാളിയൊക്കെ നല്ല ഉടയണം, നല്ല ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറിന് ഇട്ട് കൊടുക്കട്ടെ. ഒരു കളറിന് ഇതിലൊക്കെ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ. അധികം എരിവ് ഉണ്ടാവില്ല. കാശ്മീരി ചില്ലി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഞാൻ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമെല്ലാം ഞാൻ മീഡിയത്തിലായിട്ടിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് പിന്നെയും ഒന്ന് മൂടി വെച്ച് ആ തക്കാളി ഇതൊക്കെ നന്നായിട്ട് ഉടയുന്ന വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടട്ടെ. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടയുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊക്കെ തുറന്ന് നോക്കാം കേട്ടോ. അതിപ്പോൾ തക്കാളിക്ക് ഒന്ന് പഴത്തോടാണ് പെട്ടെന്നൊന്ന് വാടി കിട്ടുന്നത്. തുറന്ന് നോക്കിയിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് നല്ല ഉടഞ്ഞിട്ടുണ്ട്. ഉള്ളി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആവണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനില്ല അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് പൊടിയാവണ്ട. ഒന്ന് കറക്കിയത്, അതായത് ആ തരി പോലെ കിടക്കുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഓണാക്കിയാൽ മതി. ഒരുപാട് ഇങ്ങനെ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണക്കച്ചെമ്മീൻ അത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ മസാല നന്ന് സെറ്റ് ആവണം. ഉണക്കച്ചെമ്മീൻ അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മസാലയൊക്കെ അതുമ്മ പിടിച്ച് ഉപ്പും അതിൻ്റെ പൊടികളും എല്ലാം ഉള്ളിയും ഇതൊക്കെ അതുമ്മ നന്ന് സെറ്റ് ആവണം. അതുവരെ നന്നായിട്ട് തന്നെ ആ മസാലയും ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഉണക്കല്ലേ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ് മസാലയിലൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കും, കറികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണക്കച്ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളിയും ഇതൊക്കെ നന്നായിട്ട് വാടണേ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇഷ്ടമില്ല, നല്ല ഉണക്കലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടത്. അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ. മീൻകറിയൊക്കെ കൂട്ടി ദോശ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊളിയായിട്ടാട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.